അങ്ങനെ വന്ന് കടയിലിരിക്കുന്ന കോളിഫ്ലവർ വരെ എനിക്ക് പണിയെന്ന് തുടങ്ങിട്ടാ. കുറെ ദിവസമായാലും നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്നാ പിന്നെ ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കാന്ന് വിചാരിച്ചേ. അങ്ങനെ എന്റെ പുത്തൻ കട്ടിംഗ് ബോർഡും കത്തിയും എല്ലാം എടുത്തിട്ട് ഞാൻ ഇവിടെ അംഗം വിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മേടിച്ചോണ്ട് വന്നത് ഒരു മുതുക്ക് കോളിഫ്ലവർ ആയതുകൊണ്ട് ഇത്രയും വേണ്ട, അതുകൊണ്ട് പകുതി മതിയേ. ആദ്യം തന്നെ ഇതിന് ഉള്ളിലുള്ള പുഴുക്കളെല്ലാം നന്നായിട്ട് കുടി ഒഴിപ്പിക്കണേ, ഇല്ലെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടാ. നോൺ വെജും കൂടെ കഴിക്കാം. കുടിയൊഴിപ്പിക്കൽ നടത്തിയ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് കഴുകിയെടുക്കല്ലേ. ഇനി കയ്യിൽ കിട്ടിയ മാവെല്ലാം കൂടി വാരി പറക്കിയിട്ട് കലക്കാം. സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോയാൽ നമ്മൾ എടുക്കാൻ പോകുന്ന സാധനമല്ല, അവിടെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് സ്റ്റാഫുകൾ നമ്മൾ അടിച്ചേൽപ്പിക്കും. ഒരു മണവും ഇല്ലാത്തൊരു കായം. ഉപ്പും മഞ്ഞളോട്ട് ആവി കയറ്റാൻ വെച്ചിരുന്ന സാധനം ഞാൻ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന മാവില് അത്യാവശ്യം വെള്ളം ഒഴിച്ച് നല്ല കേക്കിന്റെ രൂപം, അയ്യോ കേക്ക് വേണ്ടാ, കേക്ക് വേണ്ട, നല്ല ദോശമാവിന്റെ പരുവത്തിൽ കലക്കിയെടുക്കാം. എന്ന് വെച്ചാൽ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ്ഡ് അല്ലെന്ന്. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ പണ്ടാരത്തിന് ഭയങ്കര കയ്പ്. ഇതിപ്പോ എന്താ ഇപ്പോൾ സംഭവിച്ചേ? അമ്മ ഈ കായ എന്താ ഇങ്ങനെ കഴിക്കുന്നേ? അയ്യോ, അതിനകത്ത് ഉലുവ കിട്ടുന്നത്. കായ പൊടിക്കാത്ത കായ ഉലുവ പൊടിച്ചിട്ട്. തമ്പുരാനെ പറയാൻ എന്തായിരുന്നപ്പോ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ വിചാരിച്ചത് ഈ വീട്ടിൽ വെളിവും വെള്ളിയാഴ്ച ഉള്ളത് എനിക്ക് മാത്രമാണ്. അങ്ങനെയല്ല, ഈ വീട്ടിലുള്ള കംപ്ലീറ്റ് എണ്ണത്തിനും വെളിവുമില്ല, വെള്ളിയാഴ്ചയില്ല. ഇനിയിപ്പോ ആ പരിപാടി പാളി സ്ഥിതിക്ക് നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചിരാവേ. ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഞാൻ ആലയ ഫാഷൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് മേടിച്ചായിരുന്നു കേട്ടോ. ഇത് കൊറിയർ വന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു അയ്യോ ഇത് പൈസ പോയല്ലോ, കൊള്ളില്ലാന്ന് വിചാരിച്ചു. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കാൻ അത് ഇട്ട് കൊടുത്തപ്പോ ഉണ്ടല്ലോ എന്റെ അമ്മയെ, അടിപൊളി ലുക്കും അടിപൊളി സാധനം കേട്ടോ. കോട്ടൺ ബ്ലെൻഡ് എന്നാണ് ഈ ക്ലോത്തിന് പറയുന്ന പേര്. മലപ്പുറം കാവനൂറുള്ള ആലയ ഫാഷൻ എന്ന ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഇത് മാത്രമല്ല നല്ല അടിപൊളി വെറൈറ്റി കളേഴ്സും ഉണ്ട് കേട്ടോ അവരുടെ കയ്യില്. ആലയ ഫാഷൻ എന്നാണ് അവരുടെ ഇൻസ്റ്റാ ഐഡി. ഞാൻ അവരുടെ വാട്സ്ആപ്പ് നമ്പർ നമ്മുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാവേ. കായപ്പൊടിക്കകത്ത് ഉലുവപ്പൊടി ഇട്ട് അമ്മ നമ്മളെ പറ്റിച്ചെങ്കിലും അങ്ങനെ നമ്മൾ പുറകോട്ട് നിൽക്കാൻ പാടില്ലല്ലോ. വച്ചകാല് ഫ്രണ്ടിലോട്ട് തന്നെ. വീണ്ടും മാവൊക്കെ കലക്കി സെറ്റാക്കി ഞാൻ തേണ്ട കോളിഫ്ലവർ വറുത്തെടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. സംഗതി ഉണ്ടാക്കി തുടങ്ങിയപ്പോഴേ എവിടേക്കോ എന്തൊക്കെയോ ഒരു തകരാറ് തോന്നിയെങ്കിലും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരുന്നായിരുന്നു. ഞാൻ ദോശമാവ് പോലെ മാവ് കലക്കണമെന്ന് പറഞ്ഞോളൂ, രൂപ അതുപോലെ ആവണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്റെ ശിവനെ, ഇതെന്തോന്നുടേ രാജാവ് കുതിരപ്പുറത്ത് പോകുന്ന. ഇനിയിപ്പോ സംഗതി 8 നില പൊട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോ കട്ടനും കൂട്ടി അങ്ങോട്ട് തട്ടല്ലേ. ഇനിയിപ്പോ ഈ രൂപം വെച്ചോണ്ട് ഇവിടെ കഴിക്കാൻ വരുന്ന ആൾക്കാരോട് ഞാൻ ഇത് എന്തോന്നാണെന്ന് പറയൂ എന്തോ. ദാണ്ട്ര അമ്മയ്ക്കും മോനും അച്ഛനും ഒക്കെ ഇഷ്ടപ്പെട്ട്. ഇതാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്ന കേട്ടാ, ലുക്കിലല്ല മക്കളെ വർക്കിലാണ് കാര്യമൊന്നും. ഇനി എവർക്കൊക്കെ നാക്കിന്റെ ഫിലമെന്റ് അടിച്ചു പോയതാണെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്നാ പിന്നെ നമ്മുടെ മീൻകുളം ആസ്വദിച്ചിരുന്ന് ഒരു കട്ടനും ഇച്ചിരി സ്നാക്സും കഴിക്കാന്ന് വിചാരിച്ചപ്പോ അമ്മ പറയാണ് മീൻകുളത്തിൽ കിടക്കുന്നത് പിന്നെ ഡോൾഫിൻ അല്ലേ എന്ന് കണ്ടോണ്ടിരിക്കാൻ. അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ. ടാറ്റാ.